പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെപ്പറ്റി പഠിക്കുകയായിരുന്നു. അമ്മയുടെ പ്രത്യേകമായ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിയായിരുന്നു. തിരുസഭ നമുക്ക് നൽകുന്ന ഉദാത്തമായ മാതൃകയായി മേരിയെ കണ്ടു. ഇന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കുവാൻ പോകുന്ന വിഷയം, എങ്ങനെ ഈ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വന്നു. ഇന്ന് നമ്മളെല്ലാവരും യേശുവിനെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും യേശുവിൻ്റെ അനുയായികളുമായെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ഇതിന് നമ്മൾ പറയും പാരമ്പര്യമെന്ന്. വിശുദ്ധ ലിഖിതത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയാണ് നമ്മളിലേക്ക് വിശ്വാസം കടന്നു വരുന്നത്. ഇതേപ്പറ്റി വാഴ്ത്തപ്പെട്ട പോൾ ആറാമൻ മാർപ്പാപ്പ 1964 തൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അതിപ്രകാരമാണ്: പരിശുദ്ധ കന്യാമറിയത്തെപ്പറ്റിയുള്ള സത്യമായ കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിൻ്റെയും തൻ്റെ സഭയുടെയും രഹസ്യം കൃത്യമായി മനസ്സിലാക്കുവാനുള്ള താക്കോലാണ്. അതായത് പരിശുദ്ധ കന്യാമറിയത്തെപ്പറ്റിയുള്ള ശരിയായിട്ടുള്ള ആഴമായിട്ടുള്ള ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള നമ്മുടെ പഠനം ക്രിസ്തു രഹസ്യത്തിൻ്റെ തന്നെ. ക്രിസ്തു രഹസ്യം എന്താണെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പരസ്യജീവിതം, യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം. ഇതിനാണല്ലോ ക്രിസ്തു രഹസ്യമെന്ന് പറയുന്നത്. ഇതിലൂടെയാണ് യേശു മനുഷ്യരക്ഷ വീണ്ടെടുക്കുന്നത്. ഈ ക്രിസ്തു രഹസ്യത്തെ തന്നെ അറിയുവാനുള്ള താക്കോലാണ് പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള പഠനം എന്നാണ് വാഴ്ത്തപ്പെട്ട പോൾ ആറാമൻ മാർപ്പാപ്പ പ്രസംഗിച്ചത്. ഇതേ ഉദ്ധരണി തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനം രക്ഷകൻ്റെ അമ്മ എന്ന ആ ചാക്രിക ലേഖനത്തിൽ എഴുതുന്നുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. അപ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി പഠിക്കുക എന്നത് യേശുവിനെ അറിയുവാനും യേശു രഹസ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനും നമ്മളെ സഹായിക്കുന്നു. ഇതെപ്രകാരമാണ് സഭയിലേക്ക് കടന്നു വന്നത്? ഇതാണ് നാം പലപ്പോഴും ചിന്തിക്കാറുള്ളതും പഠിക്കാറുള്ളതും. അതിൻ്റെ 2 സോഴ്സുകളെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് വിശുദ്ധ ലിഖിതം, രണ്ടാമത്തേത് പാരമ്പര്യം. ഈ പാരമ്പര്യത്തെപ്പറ്റിയും വിശുദ്ധ ലിഖിതത്തെപ്പറ്റി നാം പഠിക്കുമ്പോൾ അതിലൂടെയാണ് നമ്മൾ ക്രിസ്തു രഹസ്യത്തിലേക്ക് കടക്കുന്നതും പരിശുദ്ധ മറിയത്തെ കൂടുതലായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നതും. അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, മരീശാസ്ത്ര പഠനത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ലിഖിതവും പാരമ്പര്യവുമാണ് എന്ന്. എന്താണ് ഈ പാരമ്പര്യമെന്നും മറ്റ് സഭകൾ ഈ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നും ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് പാരമ്പര്യം? ആധുനിക ദൈവശാസ്ത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യവുമാണ് പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം എന്നത്. നമുക്കറിയാം എപ്രകാരമാണ് ദൈവവചനം ലോകത്തിലേക്ക് കടന്നു വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു വചനമായിരുന്നു, മാംസമായി ജന്മമെടുത്തു. യേശു വചനം പ്രസംഗിച്ചു. അങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ വചനം കൊടുക്കുകയാണ്, രക്ഷയിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ ലോകം എങ്ങും പോയി എനിക്ക് സാക്ഷികളാകുവിൻ. അവർ യേശുവിൽ നിന്നും നേരിട്ട വചനം സ്വീകരിച്ചു. പിന്നീട് ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് പെന്തക്കോസ്ത തിരുനാളിന് ശേഷം വചനം ലോകം മുഴുവൻ പ്രസംഗിച്ചു. അന്ന് ലിഖിത രൂപത്തിൽ വചനമില്ലായിരുന്നു. നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം, യേശുനാഥൻ്റെ ഉയർപ്പിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഓരോ സുവിശേഷങ്ങളും എഴുതപ്പെട്ടത്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളും മറ്റ് സ്ലീഹന്മാരുടെ ലേഖനങ്ങളുമെല്ലാം എഴുതപ്പെട്ടത്. ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ എന്തായിരുന്നു സംഭവിച്ചത്? ദൈവത്തിൻ്റെ ആ വചനം, യേശു കാണിച്ചു തന്ന മാർഗം
അവർ വാമൊഴിയിലൂടെ കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ ജീവിത മാതൃകയിലൂടെ മറ്റുള്ളവർക്ക് കൊടുത്തു. ഇതാണ് നടപടി പുസ്തകത്തിൽ നാം കാണുന്നത്. എപ്രകാരം ആദിമ ക്രിസ്ത്യാനികൾ ഒന്നിച്ച് ജീവിച്ചിരുന്നു, ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവർ സ്ലീഹന്മാരിൽ നിന്നും കിട്ടിയ ആ പ്രബോധനമനുസരിച്ച് അവർ ജീവിച്ചു. ലിഖിത രൂപത്തിലില്ലായിരുന്നു. ലിഖിത രൂപത്തിൽ പിന്നീട് വന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ AD 70 ശേഷം എഴുതപ്പെട്ടതാണെന്ന് ഓർക്കുക. അപ്പോൾ ആ സമയം വരെയും വാമൊഴിയിലൂടെ ഈ സുവിശേഷം പോയിക്കൊണ്ടിരുന്നു. ആ കാലയളവിൽ എഴുതപ്പെടാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസ സംഹിതകളെയാണ് നമ്മൾ പാരമ്പര്യമെന്ന് പറയുന്നത്. ഈ തലമുറകളായി കൈമാറി വന്ന ജീവിത ശൈലി, അതാണ് പാരമ്പര്യം. വിശ്വാസ ജീവിത ശൈലി. ആ ശൈലിയിൽ നമ്മുടെ വിശ്വാസ സത്യങ്ങളും ആരാധനാ രീതികളും ജീവിത മാതൃകകളും എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇത് സഭയുടെ ആദ്യത്തെ ഒരു സ്രോതസ്സായിരുന്നു. സഭയുടെ വളർച്ചയുടെ ഒരു സ്രോതസ്സ് ഈ പാരമ്പര്യമായിരുന്നു. പിന്നീട് ഇത് ലിഖിത രൂപത്തിൽ വന്നു. അത് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ, നമ്മൾ സുവിശേഷം ആയിട്ട് വരുന്നു. അതുകൊണ്ടാണ് ലിഖിത രൂപത്തിൽ വന്ന അവിശ്വാസ സത്യങ്ങളെ നാം സ്വീകരിക്കുന്നത്. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സഭയുടെ എല്ലാ പ്രബോധനങ്ങളുടെയും സ്രോതസ്സ് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് വിശുദ്ധ ലിഖിതവും, 2 പാരമ്പര്യവും. വാമൊഴിയായി നമുക്ക് ലഭിച്ചതും വരമൊഴിയായി നമുക്ക് ലഭിച്ചതും. വാമൊഴി എന്ന് പറയുമ്പോൾ പ്രസംഗിക്കുക മാത്രമല്ല, അവരുടെ ജീവിത സാക്ഷിത്വത്തിലൂടെയും നാം കണ്ടെത്തി. ഇത് സ്ലീഹന്മാരിൽ ചെന്ന് നിൽക്കുന്നതാണത്. ഈ പാരമ്പര്യം സ്ലീഹന്മാർ തങ്ങളുടെ ശിഷ്യന്മാർക്കത് നൽകി, തങ്ങളുടെ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് നൽകി. ആ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥവും വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ പാരമ്പര്യത്തിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ പാരമ്പര്യത്തെ സംബന്ധിച്ച് പൗലോസ്ലിയ തന്നെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലിയ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2:15 ഈ പാരമ്പര്യത്തെപ്പറ്റി നാം വായിക്കുന്നുണ്ട്. ആ ഭാഗം എടുത്തുനിന്ന് വായിക്കാമോ? അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. പൗലോസ്ലിയ പറയുന്ന ഇതാണ്: ഞങ്ങൾ കത്ത് മുഖേനയോ വാക്കുകൾ വഴിയോ നിങ്ങളെ പഠിപ്പിച്ച പ്രബോധനങ്ങൾ, വിശുദ്ധ പാരമ്പര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുവിൻ. അതുകൊണ്ട് പാരമ്പര്യവും അതുപോലെ തന്നെ ലിഖിതവും 2 ഏക സ്രോതസ്സാണ്. ഈ സ്രോതസ്സിൽ നിന്നാണ് സഭാ പഠനങ്ങളെല്ലാം പിന്നീട് ഉരുത്തിരിയുന്നത്. ഇതേ സംബന്ധിച്ച് വത്തിക്കാൻ കൗൺസിലും നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവ ആവിഷ്കരണം എന്ന പ്രമാണ രേഖയിൽ വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളും പാരമ്പര്യങ്ങളും തമ്മിൽ സുദൃഢമായ ബന്ധവും വിശുദ്ധ നിയമവും ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്തെന്നാൽ അവ 2ൻ്റെയും ഉത്ഭവം ഒരേ ദിവ്യ സ്രോതസ്സിൽ നിന്നാണ്. ഒരു വിധത്തിൽ 2ഉം ഒന്നായി ചേർന്ന് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം പരിശുദ്ധാരൂപിയുടെ നിവേശനത്താൽ ദൈവവചനം ലിഖിത രൂപത്തിലേക്ക് പകർത്തിയിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചസ്സുകളാണ്. എന്തുകൊണ്ടാണ് സുവിശേഷവും ലേഖനവും വായിക്കുമ്പോൾ ഇത് ദൈവവചനങ്ങളാണ് എന്ന് നാം പറയുന്നത്? അതാണ് വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. പരിശുദ്ധാരൂപിയുടെ നിവേശനത്താൽ ദൈവവചനം ലിഖിത രൂപത്തിലേക്ക് പകർത്തിയിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചനങ്ങളാണ്. അതേസമയം കർത്താവായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവവചനം
അവരുടെ പിൻഗാമികൾക്ക് പാരമ്പര്യം വഴി തീർത്തും കലർപ്പില്ലാതെ ലഭിക്കുന്നു. കാരണം അവർ അത് പ്രസംഗിച്ചു, ദൈവത്തോട് കർത്താവിനോട് വിശ്വസ്തരായിക്കൊണ്ട് അവർ സാക്ഷ്യം നൽകി, അവർ ലോകത്തിൻ്റെ പ്രകാശമായിക്കൊണ്ട്. ഇതുകൊണ്ടാണ് പാരമ്പര്യത്തിന് നാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അതിലൂടെയാണ് പല നിത്യസത്യങ്ങളും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്ന് വീണ്ടും നിങ്ങളെ ഇത് പഠിപ്പിക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. ഈ പരിശുദ്ധാത്മാവ് നിവേശിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥവും പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ തുടർന്നു പോന്നിട്ടുള്ള പാരമ്പര്യവും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രബോധനത്തിൻ്റെ സ്രോതസ്സായി നിലകൊള്ളുന്നു. ഇതാണ് ക്രിസ്തീയ പാരമ്പര്യം. പാരമ്പര്യത്തെ പറ്റിയും വിശുദ്ധ ലിഖിതത്തെയും പറ്റി അച്ഛൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്ന് വിശദീകരിച്ച് തരാമോ? എപ്രകാരമാണ് പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതല്ലേ നാം കണ്ട ഇതാണ്. വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും നാം മനസ്സിലാക്കുന്നതും ഈ വിശുദ്ധ ലിഖിതങ്ങൾ കാനോനികമാണോ എന്ന് നാം മനസ്സിലാക്കുന്നതും വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 4 സുവിശേഷമാണുള്ളത്. വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും വിശുദ്ധ യോഹന്നാൻ്റെയും. എന്നാൽ വേറെ പല സുവിശേഷങ്ങളും ഉണ്ടായിരുന്നു ആ കാലയളവിൽ. പക്ഷേ അതിനെ കാനൂനികമായിട്ട് നിയമപരമായിട്ട് സഭ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്ത കാരണം പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലും കൂടെ അതിനെ ദർശിച്ചപ്പോഴാണ്. അപ്പോൾ പാരമ്പര്യം ഞാൻ പറഞ്ഞല്ലോ, വാമൊഴിയായി നമുക്ക് ലഭിക്കുന്ന, ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന, വിശ്വാസ ജീവിത ശൈലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ സത്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അന്ന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെ പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ശ്ലീഹന്മാർ എഴുതപ്പെട്ട 4 സുവിശേഷങ്ങളെയാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ പാരമ്പര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവുമായി ഒന്നായി ചേർന്ന് പോകണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവവചനം ആണോ പാരമ്പര്യത്തിലുള്ളത്? ആ വചനമനുസരിച്ചാണോ ക്രൈസ്തവർ ജീവിച്ചത്? ആ വചനമാണോ യേശു ശിഷ്യന്മാർ പ്രസംഗിച്ചത്? അപ്പോൾ പാരമ്പര്യം മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ലിഖിതത്തിൻ്റെ വെളിച്ചത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ലിഖിതത്തിൻ്റെ ആ ഒതൻറ്റിസിറ്റി, ആധികാരികത, അത് മനസ്സിലാക്കുന്നത് പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് മാത്രമല്ല, വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും സഭ പഠിപ്പിക്കുന്നത് ഏക വിശ്വാസ സ്രോതസ്സാണ്. ഈ സ്രോതസ്സിൽ നിന്നാണ് നമ്മൾ സത്യങ്ങൾ അറിയുന്നത്. ആ വിശുദ്ധ പാരമ്പര്യം യേശുവിൽ നിന്ന് ശ്ലീഹന്മാർ സ്വീകരിച്ചു. ശ്ലീഹന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്തു. 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ആയപ്പോഴത്തേക്കും സഭാപിതാക്കന്മാർ, അന്ന് ജീവിച്ചിരുന്ന, ആരാണ് സഭാപിതാക്കന്മാരെന്ന് നമുക്കറിയാം, അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധരും വിജ്ഞന്മാരും യേശുവിനെപ്പറ്റി വളരെയധികം എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് സഭാപിതാക്കന്മാർ. അവർ വിശുദ്ധ ലിഖിതത്തെയും അതുപോലെ തന്നെ അന്ന് ജീവിച്ച ആ പാരമ്പര്യത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ലിഖിതങ്ങൾ എഴുതിയത്. അതിൽ നിന്നാണ് പിന്നീട് വരുന്ന സഭ തന്നെ തൻ്റെ പ്രബോധനങ്ങളെയെല്ലാം ഒന്നിച്ചു ചേർക്കുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതവും പാരമ്പര്യവും സഭയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. സത്യം അറിയുവാൻ, ദൈവവചനത്തെപ്പറ്റി അറിയുവാൻ, യേശുവിനെപ്പറ്റി അറിയുവാൻ. ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെപ്പറ്റി നാം പഠിക്കുമ്പോഴും
പാരമ്പര്യത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെപ്പറ്റി മുഴുവനായി ഒന്നും സുവിശേഷത്തിലോ ലേഖനഭാഗത്തോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലെല്ലാം അമ്മയെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. യേശുവിൻ്റെ ജനനം, പരിശുദ്ധ ജീവിതത്തിൻ്റെ തുടക്കം, അവസാനം ആ യേശു തന്നെ പൂർണ്ണ ബലിയായി അർപ്പിക്കപ്പെടുന്ന നിമിഷം. ഈ പ്രധാന നിമിഷങ്ങളിലെ മറിയത്തെ കണ്ടെത്തുന്നുള്ളൂ. ബാക്കി മറിയത്തെ പറ്റിയുള്ള അറിവും നമ്മൾ പാരമ്പര്യത്തിൽ നിന്നാണ് എടുക്കുന്നത്. എപ്രകാരം ആദിമ ക്രിസ്ത്യാനികൾ പിന്നീട് അവർ വാമൊഴിയായിട്ടും ജീവിതവും വഴി കൈമാറിയ അവരുടെ വിശ്വാസം അടുത്ത തലമുറ 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ ജീവിച്ചു. ജനങ്ങൾ എപ്രകാരം മേരിയെ മനസ്സിലാക്കി, എപ്രകാരം മേരിയുടെ ജീവിതത്തെ മാതൃകയാക്കി, ഈ പാരമ്പര്യം നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മരിയ വിജ്ഞാനത്തിൽ, മാതാവിനെ പറ്റിയുള്ള നമ്മുടെ പഠനത്തിൽ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളെ കൂടുതലായി സത്യത്തിലേക്ക് നയിക്കും. ആ പാരമ്പര്യത്തിലൂടെയും യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് തൻ്റെ സത്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സഭയുടെ പഠനം. ഞാൻ 2-ാം വത്തിക്കാൻ സൂനോദോസ് ഇതേപ്പറ്റി വളരെ വിശദമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം. ഈ ഉദ്ദേശ സാധ്യത്തിന് വേണ്ടി നിവേശിത ഗ്രന്ഥങ്ങളിൽ പ്രത്യേക വിധം രേഖപ്പെടുത്തിയിട്ടുള്ള അപ്പസ്തോലന്മാരുടെ പ്രസംഗം ലോക അവസാനം വരെ തുടരെയുള്ള പിന്തുടർച്ച വഴി അഭംഗുരം നിലനിർത്തുക ഒരാവശ്യമായിരുന്നു. അതായത് അപ്പസ്തോലന്മാർ അന്നത്തെ കാലത്ത് പ്രസംഗിച്ച് ജനങ്ങൾക്ക് യേശുവിൽ നിന്നും നേരിട്ട് കിട്ടിയ വചനം നൽകിപ്പോന്നു. അത് അവരുടെ കാലം കൊണ്ട് നിർത്താതെ ലോക അവസാനം വരെ തുടരേണ്ടത് ആവശ്യമായിരുന്നു. തന്മൂലം അപ്പസ്തോലന്മാർ തങ്ങൾ സ്വീകരിച്ചതെല്ലാം വിശ്വാസികളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രഭാഷണങ്ങളിലൂടെയോ ലിഖിതങ്ങളിലൂടെയോ പഠിച്ച പാരമ്പര്യമെല്ലാം മുറുകെ പിടിക്കുവാൻ അവരെ ഉപദേശിക്കുകയുണ്ടായി. അപ്പോൾ ഇവർ ശിഷ്യന്മാർ തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നൽകിയത് അവരുടെ ശിക്ഷണത്തിൽ കൂടി, പ്രബോധനത്തിൽ കൂടി, ജീവിതത്തിൽ കൂടി അത് മുറുകെ പിടിക്കുവാൻ. ഇപ്പോൾ നാം കണ്ടു പൗലോസ്ലിയ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യവും മുറുകെ പിടിക്കുവിൻ. അങ്ങനെ മുറുകെ പിടിച്ചില്ലെങ്കിൽ മറ്റ് പാരമ്പര്യങ്ങളും മറ്റ് ജീവിതശൈലികളും ജീവിതത്തിൽ വന്നെന്നിരിക്കും. എന്നിട്ട് പറയുകയാണ്, ആത്യന്തികമായി ഏൽപ്പിക്കപ്പെട്ടിരുന്ന വിശ്വാസത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുകയും വേണം. അപ്പസ്തോലന്മാർ നൽകിയ പാരമ്പര്യത്തിൽ ദൈവജനത്തിൻ്റെ ജീവിതം വിശുദ്ധമായി നയിക്കുന്നതിനും വിശ്വാസം അഭിവൃദ്ധിമാക്കുന്നതിനും ആവശ്യമായതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തൻ്റെ പ്രബോധനത്തിലും ജീവിതത്തിലും ആരാധനയിലും തലമുറയായി സഭ തന്നെയും താൻ വിശ്വസിക്കുന്നവയെയും എന്നും നിലനിർത്തുകയും എല്ലാ തലമുറകൾക്കുമായി പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭാപിതാക്കന്മാർ പരിശുദ്ധ മറിയത്തെപ്പറ്റി ചിന്തിക്കുന്നത് എപ്പോഴും രക്ഷകനായ യേശുവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആ രക്ഷകനായ യേശുവിനെ നാം അറിയുന്നത് സുവിശേഷത്തിൽ നിന്നും സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിശുദ്ധ പാരമ്പര്യങ്ങളിൽ നിന്നുമാണ്. ആ യേശുവിനെ അറിയുന്നത് മറ്റൊരു സോഴ്സാണ്. യേശുവിനെ ഈ ലോകത്തിൽ അവതരിക്കുവാൻ വേണ്ടി ദൈവവുമായി സഹകരിച്ച പരിശുദ്ധ അമ്മയെപ്പറ്റി പഠിച്ചുകൊണ്ടും. പരിശുദ്ധ അമ്മയെ പഠിക്കുമ്പോൾ യേശുവിനെ പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു. യേശുവിനെ പറ്റി പഠിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയെ പറ്റിയുള്ള അറിവും നമുക്ക് ലഭിക്കുന്നു. ഇതിന് രണ്ടും ഒരു സ്രോതസ്സായി നാം കണ്ടത് വിശുദ്ധ ലിഖിതവും അതുപോലെ തന്നെ തലമുറകളായി നമുക്ക് ലഭിച്ച ആ വിശുദ്ധ പാരമ്പര്യവുമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണല്ലോ. ആദ്യം നമ്മൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വല്യപ്പച്ചൻ്റെയും വല്യപ്പച്ചിയുടെയും ഒക്കെ വാമൊഴിയിൽ നിന്നും അവരുടെ ആ ജീവിത മാതൃകയിൽ നിന്നും നമുക്ക് വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നു. അതിനുശേഷം നാം പ്രായമാകുന്നതോടുകൂടി ദൈവവചനത്തിലേക്ക് കടന്നു ചെല്ലുവാനും വായിക്കുവാനും നമുക്ക് സാധിച്ചു. ഇതുവഴി നാം നിത്യസത്യം കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ നമ്മൾ
ഈ ദൈവവചനത്തിലേക്ക് കടന്നു ചെല്ലണം. അതുപോലെ തന്നെ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെ നാം മുറുകെ പിടിക്കുകയും വേണം. എങ്കിലേ നിത്യസത്യത്തെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെപ്പറ്റി കൂടുതലായി വ്യക്തമായി സത്യസന്ധമായി അറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുള്ളൊരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും സഭ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആ പഠനത്തിലേക്ക്, അതിൻ്റെ അഗാധതയിലേക്ക്, അതുവഴി ദൈവം വെളിപ്പെടുത്തുന്ന നിത്യസത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹ